ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഫ്രണ്ട്സ് ഇൻ ഷെൽഫാണ്. 6ാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 105 മുതൽ 110 വരെയുള്ള പേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് നോക്കാൻ പോകുന്നത് 111 മുതലുള്ള പേജുകളാണ്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണായിട്ട് ക്ലാസ് കൊടുത്തേക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ് 1 മലയാളം, ക്ലാസ് 1 ഇംഗ്ലീഷ്, ക്ലാസ് 1 മാത്തമാറ്റിക്സ് എന്നിവയുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കയറി ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സെറ്റ്സ് ഓഫ് 10, 10ന്റെ കൂട്ടങ്ങൾ. പുട്ട് എ ടിക്ക് ഇഫ് കറക്റ്റ് ആൻഡ് ക്രോസ് ഇഫ് റോങ് ഇൻ ദ ബോക്സസ്. കറക്റ്റ് ആയിട്ടുള്ളതിന് ടിക്ക് മാർക്കും തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്കും ബോക്സിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ നോക്കിയേ, ഇലയുടെ തണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ എത്ര ഇലകളുണ്ട്? ഓരോന്നിലും 10 ഇലകൾ വെച്ചുണ്ട് അല്ലേ? അങ്ങനെയുള്ള എത്ര തണ്ടുകളുണ്ട്? 1 2 3 4 5. പക്ഷേ അവിടെ തന്നിരിക്കുന്നത് 40 എന്നാണ്. അപ്പം മൊത്തത്തിൽ 50 എണ്ണമുണ്ട്, പക്ഷേ തന്നിരിക്കുന്നത് 40 എന്നാണ്. അപ്പൊ അത് തെറ്റല്ലേ? അവിടെ ക്രോസ് മാർക്ക് ഇടണം. ഇനി താഴെ നോക്കിയേ, രണ്ടാമത് മാങ്ങ കുട്ടയിൽ മാങ്ങ ഇരിക്കുന്നു. ഓരോ കുട്ടയിലും 10 വീതമുണ്ട് അല്ലേ? അപ്പോൾ 10 + 10 20 + 10 30. അപ്പൊ അത് ശരിയാണ്, അവിടെ 30 എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം. ഇനി അടുത്ത മൂന്നാമത് ഓറഞ്ചസ് തന്നിട്ടുണ്ട്. ഓറഞ്ചുകൾ തന്നിട്ടുണ്ട്. ഓരോ സെറ്റിലും എത്രയുണ്ട്? 10 ഓറഞ്ചുകൾ വെച്ചുണ്ടല്ലേ? പക്ഷേ അവിടെ തന്നിരിക്കുന്നത് 50 എന്നാണ്, 50. പക്ഷേ എത്ര ഓറഞ്ചുകളാണ് മൊത്തമുള്ളത്? 10 + 10 20, 20 + 10 30, 30 + 10 40 അവിടെയുള്ളൂ. അപ്പോൾ 50 തന്നിരിക്കുന്നത് റോങ് അല്ലേ? അവിടെ ക്രോസ് മാർക്ക് ഇടണം. നെക്സ്റ്റ് നോക്കിയേ, ഹണി ബീസിന്റെ സെറ്റാണ് തന്നിരിക്കുന്നത്. ഹണി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച ഓരോ കൂട്ടത്തിലും എത്രയുണ്ട്? 10 വീതം ഉണ്ട് അല്ലേ? അപ്പൊ 10 20 30 40 50 60. അവിടെ 60 എന്നാണ് വരേണ്ടത്, പക്ഷെ തന്നിരിക്കുന്നത് 80 എന്നാണ്. അപ്പൊ റോങ് അല്ലേ? അപ്പൊ അവിടെ ക്രോസ് മാർക്ക് ഇടണം. നെക്സ്റ്റ് ഫ്ലവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഓരോ കൂട്ടത്തിലും 10 ഫ്ലവേഴ്സ് വെച്ചുണ്ട്. 10 എണ്ണം വീതമുണ്ട്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7. അപ്പൊ ടോട്ടല് 7 ആകുമ്പോ 70. അപ്പോൾ 70 എന്ന് തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ടിക്ക് മാർക്ക് ഇടണം. നെക്സ്റ്റ് ടൊമാറ്റോസ് ആണ്. എത്ര? ഓരോ സെറ്റിലും 10 ടൊമാറ്റോസ് വെച്ചുണ്ട്. അപ്പോ 10 + 10 20, 20 + 10 30, 30 + 10 40, 40 + 10 50. ശരിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ടിക്ക് മാർക്ക് ഇടണം. ഓക്കെ, ഹൗ ഡിഡ് യു ചെക്ക്? നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തത്? ഓരോ സെറ്റും 10 വെച്ചായതുകൊണ്ട് 10 വെച്ച് കൂട്ടിപ്പോയി അല്ലേ? വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നെക്സ്റ്റ് പേജ് നോക്കാം. മാംഗോ ഷവേഴ്സ്. എന്താ? മാഞ്ചുവട്ടിൽ. ഓൺ ദ വേ ബാക്ക് ഫ്രം സ്കൂൾ, മാളു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വെന്റ് ടു ദ മാംഗോ ഗ്രൂവ് ഓഫ് നാണുചേട്ടൻ. സ്കൂളിൽ നിന്നും തിരികെ വരുന്ന വഴി മാളുവും അവളുടെ കൂട്ടുകാരും കൂടി നാണുചേട്ടന്റെ മാന്തോപ്പിൽ കയറി. ഐ ഹാവ് ഫിൽഡ് എ ബാസ്കറ്റ് വിത്ത് 50 മാംഗോസ്. അപ്പൊ നാണുചേട്ടൻ പറയുകയാണ്, ഞാൻ ഒരു ബാസ്കറ്റിൽ 50 മാങ്ങ നിറച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ പറയുന്നു, വി വിൽ ഹെൽപ്പ് യു ടു ഫിൽ ദ അതർ ബാസ്കറ്റ്. ഞങ്ങൾ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം, ബാക്കി ബാസ്കറ്റുകൾ നിറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാം എന്ന് കുട്ടികൾ പറഞ്ഞു. I will count the mangoes you put in the basket. നീ ബാസ്കറ്റിൽ കുട്ടയിലിടുന്ന മാങ്ങകൾ ഞാൻ എണ്ണിക്കോളാമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഓക്കെ, ഗോ അഹെഡ് എന്ന് ആൺകുട്ടി പറഞ്ഞു. ഓക്കെ, നീ എണ്ണിക്കോ എന്ന് ആൺകുട്ടി പറഞ്ഞു. മാളു പുട്ട് 10 മാംഗോസ് ഇൻ അനദർ ബാസ്കറ്റ്. മാളു വേറൊരു ബാസ്കറ്റിലായിട്ട് കുട്ടയിലായിട്ട് 10 മാങ്ങകൾ ഇട്ടു. ഹൗ മെനി മാംഗോസ് ഇൻ ബോത്ത് ദ ബാസ്കറ്റ് ടുഗദർ? ഇപ്പോൾ 2 ബാസ്കറ്റിലും കൂടി എത്ര മാങ്ങകൾ ഉണ്ട്? അപ്പൊ നാണുചേട്ടൻ ഒരു ബാസ്കറ്റിൽ 50 മാങ്ങ ഇട്ടു, മാളു വേറൊരു ബാസ്കറ്റിലായിട്ട് 10 മാങ്ങ കൂടി ഇട്ടു. അപ്പൊ ടോട്ടൽ എത്രയായി? 50 + 10 60 മാംഗോസ്. 60 എന്നവിടെ എഴുതണം. ഇഫ ആൾസോ പുട്ട് 10 മാംഗോസ് ഇൻ എ ബാസ്കറ്റ്. അപ്പോൾ ഇഫ എന്ത് ചെയ്തു? 10 മാങ്ങകൾ കൂടി ആ ബാസ്കറ്റിലേക്ക് ഇട്ടു. അപ്പോൾ എത്രയായി? നൗ 60 ആൻഡ് 10, 60ഉം 10ഉം കൂടി 60 + 10 70, 70 മാംഗോസ് അല്ലേ? അപ്പൊ 70 എന്നവിടെ എഴുതണം. അരുൺ ടുക്ക് 10 മാംഗോസ് ആൻഡ് പുട്ട് ദം ഇൻ എ ബാസ്കറ്റ്. അരുൺ എന്ത് ചെയ്തു? 10 മാങ്ങകൾ എടുത്തു ബാസ്കറ്റിലേക്ക് ഇട്ടു. നൗ 70 ആൻഡ് 10 എത്ര കിട്ടും? 70 + 10 80.
70ഉം 10ഉം കൂടി കൂട്ടിയാൽ 80. അപ്പോൾ 80 മാംഗോസ് എന്ന് അവിടെ എഴുതണം. ഷെറിൻ ഓൾസോ പുട്ട് 10 മോർ മാംഗോസ് ഇൻ ദ ബാസ്കറ്റ്. ഷെറിൻ 10 മാങ്ങകൾ കൂടി ആ ബാസ്കറ്റിലേക്ക് ഇട്ടു. 80 + 10 എത്രയാണ്? 80 + 10 90. 80 and 10 90 മാംഗോസ് എന്ന് അവിടെ എഴുതണം. ആസിഫ് പുട്ട് 10 മോർ ഇൻ ദ ബാസ്കറ്റ്. ആസിഫ് ഒരു 10 കൂടി ഇട്ടു ആ ബാസ്കറ്റിലേക്ക്. 90 and 10 എത്ര കിട്ടും? 100 മാംഗോസ് അല്ലേ? അപ്പോൾ 90 + 10 100. ടോട്ടൽ ഇപ്പോൾ 100 മാങ്ങയായല്ലേ? അതായത് 100 മാംഗോസ്. വെൻ ടെൻസ് ജോയിൻസ് 10കൾ ചേർന്നാൽ. ആദ്യം നോക്കിയേ, ഒരു കുട്ടയിൽ 10 മാങ്ങകളുണ്ട്. അപ്പോൾ അവിടെ 10 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത കോളത്തിലും 10 എന്ന് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിയേ, ഒരു കുട്ടയിൽ 10 മാങ്ങകളും അടുത്ത് വേറൊരു കുട്ടയിൽ 10 മാങ്ങകളും. 10 + 10 എത്ര കിട്ടും? 20. 20. അവിടെ 20 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത് 10 + 10 + 10 അല്ലേ? 30 ഉണ്ട്. 3 കുട്ടകളിലായിട്ട് 10 വീതം. അപ്പോൾ 20 + 10 30. അടുത്ത് 30 + 10 ആണ് എഴുതേണ്ടത്. അതായത് 3 കുട്ടകളിലായിട്ട് 10 വീതവും വേറൊരു കുട്ടയിലായിട്ട് 10. അപ്പം 30. ആ 3 കുട്ടകളിലായിട്ടാകുമ്പോൾ 10, 20, 30 ആവും. പിന്നെ ഒരു 10 കൂടെ. അപ്പൊ 30 + 10 40. അപ്പൊ 40 എന്നവിടെ എഴുതണം. അടുത്ത് ഒരു സെറ്റ് 4 കുട്ട. അപ്പൊ 4 കുട്ടയിലായിട്ട് 10 + 10 + 10 + 10. അപ്പൊ 40 കിട്ടും. 40യുടെ കൂടെ ഒരു 10 കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടും. നെക്സ്റ്റോ 50യുടെ കൂടെ ഒരു 10 കൂടെ കൂട്ടുമ്പോൾ 60 കിട്ടും. അടുത്ത് 6 കുട്ടയും ഒരു കുട്ടയിൽ 10 മാങ്ങയും വെച്ചിട്ടുണ്ട്. അപ്പൊ 6 കുട്ടയാകുമ്പോൾ 60. 60ന്റെ കൂടെ 10 കൂടെ കൂട്ടുമ്പോൾ 70, 70 അല്ലേ? ഇനി 7 കുട്ടയുടെ വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കുട്ടയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 7 കുട്ടയിൽ എത്ര മാങ്ങ കാണും? 70 കാണും. പ്ലസ് 10 കൂടെ ചേരുമ്പോൾ 80, 80. അപ്പൊ 70 + 10 80. നെക്സ്റ്റ് നോക്കിയേ, 8 കുട്ടകൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുട്ട വേറെയും. അപ്പോൾ 8 കുട്ടകളിലായിട്ട് 80 മാങ്ങകൾ. ഒരു കുട്ടയിൽ 10. 80 + 10 90 എന്നവിടെ എഴുതണം. അടുത്തത് നോക്കിയേ, 9 കുട്ടകൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുട്ട വേറെയും. 9 കുട്ടകളിലായിട്ട് എത്ര മാങ്ങ കാണും? 90 + 10 എത്ര കിട്ടും? 100 എന്നവിടെ എഴുതണം. നെക്സ്റ്റ് പേജ്, ത്രെഡിംഗ് ബീഡ്സ്. മാല കോർക്കാം. മാളു and her friends are threading beads to make a chain. There are red and yellow beads. മാളുവും അവളുടെ കൂട്ടുകാരിയും ചേർന്ന് മാല കോർക്കുകയാണ്. അവിടെ എന്തൊക്കെയുണ്ട്? ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട്. റെഡ് ആൻഡ് യെല്ലോ ബീഡ്സ്. ഹൗ മെനി ബീഡ്സ് ഡിഡ് യു ത്രെഡ്? അപ്പൊ മാള് കൂട്ടുകാരിയോട് ചോദിച്ചു, നീ എത്ര മുത്തുകൾ കോർത്തു? അപ്പൊ കൂട്ടുകാരി പറയുകയാണ്, 20 യെല്ലോ ആൻഡ് 5 റെഡ്. 20 മഞ്ഞയും 5 ചുവപ്പും. 20 and 5 make 25. 20ഉം 5ഉം ചേർന്നാൽ എന്ത് കിട്ടും? 25 കിട്ടും അല്ലേ? 20 + 5 = 25. I threaded 20 യെല്ലോ ആൻഡ് 3 റെഡ്. അപ്പൊ മാള് പറഞ്ഞു, ഞാൻ എത്ര കോർത്തു? 20 മഞ്ഞയും 3 ചുവപ്പും മുത്തുകളുമാണ് കോർത്തത്. അപ്പൊ 20 and 3 make 23. 20 + 3 = 23. 23. Let us thread beads. നമുക്ക് മുത്തുകൾ കോർക്കാം. നോക്കിയേ, അവിടെ മഞ്ഞ മുത്തും ചുവന്ന മുത്തും കോർത്തു വെച്ചിട്ടുണ്ട്. അത് എത്ര എണ്ണം വീതമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യെല്ലോ, റെഡ്, ടോട്ടൽ. യെല്ലോ മുത്തുകള്, മഞ്ഞ മുത്തുകള്, ചുവപ്പ് മുത്തുകള്, ടോട്ടൽ എത്ര? ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയേ, അവിടെ എത്ര യെല്ലോ മുത്തുകളാണുള്ളത്? മഞ്ഞ മുത്തുകൾ 20 എണ്ണം, റെഡോ 1 എണ്ണം. അപ്പൊ അതാണ് യെല്ലോ 20, റെഡ് 1. 21. 20യും 1ഉം ചേർന്നാൽ 20 + 1 21. അതുപോലെ അടുത്ത ചിത്രം, രണ്ടാമത്തെ ചിത്രം നോക്കിയേ, യെല്ലോ എത്ര എണ്ണമുണ്ട്? മഞ്ഞ 20 മുത്തുകളുണ്ട്. റെഡോ ചുവപ്പ് 2 മുത്തുകളുണ്ട്. 2. 20 + 2 make 22. 20 + 2 = 22. അടുത്ത ചിത്രം നോക്കാം. അവിടെ എത്ര മഞ്ഞ മുത്തുകളുണ്ട്? 20 മഞ്ഞ മുത്തുകൾ. എത്ര റെഡ് ഉണ്ട്? 3 റെഡ് മുത്തുകളുണ്ട് അല്ലേ? അപ്പൊ അവിടെ 3 എന്ന് എഴുതണം. 20 + 3 23. അടുത്ത ചിത്രത്തിൽ, നാലാമത്തെ ചിത്രത്തിൽ എത്ര യെല്ലോ മുത്തുകളുണ്ട്?
20 യെല്ലോ മുത്തുകളുണ്ട്, 20 മഞ്ഞ മുത്തുകൾ. എത്ര റെഡ് മുത്തുകളുണ്ട്, ചുവപ്പ് മുത്തുകൾ? 4. അപ്പം 20 + 4 24. അടുത്ത ചിത്രം നോക്കിയേ, എത്ര മഞ്ഞ മുത്തുകളാണുള്ളത്? 20. അതിന്റെ കൂടെ എത്ര റെഡ് മുത്തുകളാണുള്ളത്? എത്ര? 5 അല്ലേ? 5. അപ്പോൾ 20 + 5 25. 20 + 5 25. 20യും 5ഉം അവിടെ എഴുതണം. നമ്പേഴ്സ് ഓൺ ദ ബീഡ്സ്, മുത്തുകളിലെ നമ്പറുകൾ. റൈറ്റ് മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദ ബീഡ്സ്, ആ മുത്തുകളിൽ നഷ്ടപ്പെട്ട മിസ്സായ നമ്പറുകൾ എഴുതുക. അതിലില്ലാത്ത നമ്പറുകൾ നമ്മൾ എഴുതി ചേർക്കണം. 16ന് മുന്നേ വരുന്ന നമ്പർ ഏതാണ്? 15 ആണ് അല്ലേ? അപ്പോൾ 15 അവിടെ എഴുതണം. 16, 17. അപ്പോൾ 15, 16, 17. 17 കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത്? 18, 18. 18 കഴിഞ്ഞ് 19, 19 കഴിഞ്ഞ് 20. അപ്പൊ 20 അവിടെ ഇല്ല, അപ്പൊ 20 അവിടെ എഴുതണം. 20, 21 അവിടെ ഉണ്ട്, 21 ഉണ്ട്, 22, 23 നമ്മൾ എഴുതി കൊടുക്കണം. 22, 23 അവിടെ എഴുതണം. 24, 25 അവിടെ ഉണ്ട്. They went to ഓമന ആന്റീസ് ഷോപ്പ്, അവരെവിടേക്ക് പോയി? ഓമന ആന്റിയുടെ കടയിലേക്ക് പോയി. so many things, ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. How many each? റൈറ്റ് ദ നമ്പർ ഇൻ ദ ബോക്സ്, എത്ര എണ്ണം വീതമുണ്ട് ആ നമ്പർ ആ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എണ്ണിയാലോ? അവിടെ എത്ര മിഠായികളുണ്ട്? 2 സെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സെറ്റിൽ നോക്കിയേ 2 റോകളുണ്ട്. ഫസ്റ്റ് റോയിൽ 10 മിഠായിയാണ് അല്ലേ? 10 മിഠായി ഉണ്ട് ആദ്യത്തെ റോയിൽ. രണ്ടാമത്തെ റോയിലും 10 മിഠായി ഉണ്ട്. അപ്പോഴോ 10ഉം 10ഉം ചേർന്ന് 20. 10 + 10 = 20. അപ്പൊ അവിടെ 20 എന്ന് എഴുതുക. നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എത്ര മിഠായികളുണ്ട് അടുത്ത സെറ്റില്? 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 എന്ന് അവിടെ എഴുതണം. അപ്പോൾ 20 + 9 = 29 എന്ന് എഴുതണം. ഹൗ മെനി മോർ ടോഫീസ് വുഡ് മേക്ക് 30? എത്ര മിഠായിയും കൂടെ ചേർത്താൽ 30 ആവും. 29ന്റെ കൂടെ എത്ര മിഠായികൾ കൂടെ ചേർത്താൽ 30 ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 29ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 30 ആവും? 1 കൂട്ടിയാൽ 30 ആവും അല്ലേ? അപ്പൊ 29 and 1 മേക്ക് 30 ടോഫീസ് എന്ന് അവിടെ എഴുതണം. അടുത്ത പേജ്, റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് തിങ്സ് ഇൻ ഈച്ച് സെറ്റ്, ഓരോ കൂട്ടത്തിലെയും എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം കുറച്ച് സ്മൈലികളാണ് തന്നിരിക്കുന്നത്. അവിടെ നോക്കിയേ 2 സെറ്റ് ഉണ്ട്. ആദ്യത്തെ സെറ്റിൽ 2 നിരയിലായിട്ട് 10 10 വീതം. അപ്പോൾ 10 + 10 20. അപ്പൊ അവിടെ 20 എന്ന് എഴുതാം. അടുത്ത് നോക്കിയേ 1 2 3 4 4. അപ്പൊ 20 + 4 എത്രയാണ്? 24. നെക്സ്റ്റ് കുറച്ച് ബോൾസ് ആണ് തന്നിരിക്കുന്നത്. എത്ര റോസ് ഉണ്ട്? 1 2 3 4. 4 റോസിലായിട്ട് 10 ബോൾസ് വെച്ചുണ്ട്. അപ്പോൾ 10 + 10 + 10 + 10 എത്ര കിട്ടും? 40. 40 പ്ലസ് പിന്നെ 2 ബോൾ കൂടിയുണ്ട്. അപ്പോൾ 2. 40 + 2 42. നെക്സ്റ്റ് സേഫ്റ്റി പിൻസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ എത്ര റോകളുണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ 70. അവിടെ ചെറിയ സെറ്റിൽ എത്ര പിൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? അപ്പൊ 8. അപ്പൊ 8 എന്ന് എഴുതണം. അപ്പൊ 70 + 8 78 എന്ന് എഴുതാം. അടുത്ത സെറ്റ് നോക്കാം. നോക്കിയേ കുറച്ച് ബട്ടൺസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ എത്ര റോ ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട് അല്ലേ? 6 റോയിലും 10 എണ്ണം വീതം ഉണ്ട് ബട്ടൺസ്. അപ്പം 60 60. 60 പ്ലസ് അവിടെ ബാക്കി 3 എണ്ണം കൂടി തന്നിട്ടുണ്ട് ഒരു സെറ്റായിട്ട്. അപ്പം 60 + 3 = 63. നെക്സ്റ്റ് ബിന്ദീസ് ആണ്, പൊട്ടുകൾ. അവിടെ 10 റോസ് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് 10 നിരകൾ. 10 നിരകളിലും 10 എണ്ണം വീതം ഉണ്ട്. അപ്പൊ 10 തവണ കൂട്ടുമ്പോൾ 100 കിട്ടുന്നു. അപ്പൊ എത്ര പൊട്ടുകളാണുള്ളത്? ഹൗ മെനി ബിന്ദീസ് ഇൻ ഓൾ? 100 അല്ലേ? 100 എന്ന് അവിടെ എഴുതണം. ഡിഡ് യു ഓൾ കൗണ്ട് ഇൻ ദ സെയിം വേ? എല്ലാവരും ഒരു വേയിലാണോ, ഒരേ രീതിക്കാണോ എണ്ണിയത്? അല്ല. ടെൽ മീ, പറയൂ. എല്ലാ പേരും ഒരുപോലെ അല്ലല്ലേ എണ്ണുന്നത്. നമ്മൾ 10 റോസ് ഉള്ളതുകൊണ്ട് 10 വെച്ച് 10 തവണ കൂട്ടിയെടുത്തു. അല്ലാതെയും ഓരോന്നായിട്ട് എണ്ണാവുന്നതാണ് അല്ലേ? അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും എണ്ണിയിട്ടുണ്ടാകുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. 118ാമത്തെ പേജ് വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 119ാമത്തെ പേജ് മുതൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഫോളോ ചെയ്യുക. താങ്ക്